മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 74-ാമത്തെ ദശകത്തിൽ 4-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ശ്ലോകം: ഭൂയോ വായകമേകം ആയതമതിം തോഷേണ വേഷോചിതം ദാശ്വാംസം സ്വപദം നിനേധ സുഹൃതം കോ വേദ ജീവാത്മനം മാലാഭിസ്തവകൈസ്തവൈരവി പുനർമാലാകൃതാ മാനിതോ ഭക്തിം തേന വൃതം വിദേശിത പരാം ലക്ഷ്മീം ച ലക്ഷ്മീപതേ. പിന്നെയും രാജവധത്തിലുണ്ടായ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുകയാണ്. ഭൂയഃ, വീണ്ടും, അതായത് ഈ രജകനെ വധിച്ചതിന് ശേഷം, അലക്കുകാരനെ വധിച്ചതിന് ശേഷം പിന്നെയും യാത്ര തുടർന്ന സമയത്ത് എന്താണ് സംഭവിച്ചത്? ഭൂയഃ, വീണ്ടും, വായകം ഏകം. വായകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായക എന്നുള്ളതിനർത്ഥം നെയ്ത്തുകാരൻ, വസ്ത്രം ഉണ്ടാക്കണ ആള്, നെയ്യണ ആളാണ് വായകൻ. വായകം ഏകം, ഒരു നെയ്ത്തുകാരനെ കണ്ടു വഴിയിൽ. വായകമേകം ആയതമതിം, ആയതമതിയായിട്ടുള്ള വായകൻ, ആയതമതിയായിട്ടുള്ള നെയ്ത്തുകാരൻ. ആയതമതി വെച്ചാൽ ആയതമായ, ആയതം എന്നുള്ളതിന് ദീർഘമായ എന്നാണ് സ്വതേ അർത്ഥം, അതായത് വിസ്തൃതമായ, വിശാലമായ എന്നർത്ഥം. വിശാലമായ ഹൃദയത്തോടു കൂടിയ, ബുദ്ധിയോടുകൂടിയ വിശാല ഹൃദയനായ ഒരു വായകനെ, ഒരു നെയ്ത്തുകാരനെ വഴിയിൽ കണ്ടു. ഇനി ആ വായകം ഏകം ആയതമതിം തോഷേണ വേഷോചിതം ദാശ്വാംസം. ദാശ്വാംസം നൽകിയതായ, അല്ലെങ്കിൽ നൽകുന്നതായ, നൽകിയതായ ഒരു വായകന് എന്താണ് നൽകിയത്? വേഷോചിതം ദാശ്വാംസം, ഭഗവാന്റെ വേഷത്തിന് ഉചിതമായിട്ടുള്ള വസ്ത്രങ്ങൾ അയാളെ കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തു. അയാളുടെ കയ്യിൽ കുറേ വസ്ത്രങ്ങൾ എന്താ, നെയ്ത് കൊണ്ടുപോകുന്നതായിട്ടുള്ള വസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഭഗവാൻ ഉചിതമായിട്ടുള്ള വസ്ത്രങ്ങൾ, വേഷോചിതമായിട്ടുള്ള, ഭഗവാന് ഉടുക്കുവാനായിട്ട്, ധരിക്കുവാനായിട്ട് ഉചിതങ്ങളായിട്ടുള്ള വസ്ത്രങ്ങൾ. വേഷോചിതം ദാശ്വാംസം, വേഷോചിതമായിട്ടുള്ള വസ്ത്രങ്ങൾ നൽകുന്നതായ ആ വായകനെ, നെയ്ത്തുകാരനെ. ഭൂയോ വായകം ഏകം ആയതമതിം, അയാൾക്ക് വിശാല ഹൃദയത കൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. മറ്റേ രജതിനെ പോലെ തരില്ല എന്നൊന്നും പറഞ്ഞില്ല. എന്നല്ല, സന്തോഷത്തോടുകൂടി തന്നെത്താൻ എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. തൻ്റെ കയ്യിൽ നിന്ന് ഭഗവാനെ കണ്ടപ്പോൾ എന്തെങ്കിലും കൊടുക്കണം എന്ന് തോന്നിയിട്ട് ആ തൻ്റെ വസ്ത്രങ്ങൾ, തൻ്റെ കയ്യിലുള്ളതായിട്ടുള്ള വസ്ത്രങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ ആ വളരെ വിശാല ഹൃദയത ആയിരുന്ന ആ വായകനെ കണ്ടിട്ട് തോഷേണ, സന്തോഷത്തോടു കൂടിയിട്ടാണ് കൊടുത്തത്. ഒട്ടും മനസ്സിന് വിഷമമുണ്ടായിട്ടല്ല. തോഷേണ വേഷോചിതം ദാശ്വാംസം, സന്തോഷത്തോടു കൂടി, സന്തോഷത്തോടു കൂടി തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള വസ്ത്രങ്ങൾ കൊടുത്തതായിട്ടുള്ള ആ വായകനെ വേഷോചിതം ദാശ്വാംസം സ്വപദം നിനേധ, അയാൾക്ക് സ്വന്തം പദത്തെ കൊടുത്തു, അയാൾക്ക് മുക്തി കൊടുത്തു എന്നാണ്. സ്വപദം നിനേധ, അയാൾക്ക് സ്വപദത്തെ തന്നെ ഭഗവാനായിട്ട് സാരൂപ്യത്തെ നൽകി ആ ഭക്തന് എന്നാണ്. സ്വപദം നിനേധ സുഹൃതം കോ വേദ ജീവാത്മനാം. ജീവാത്മനാം സുഹൃതം കഹ വേദ. അതായത് ഇങ്ങനെ ഇതിനെ സമർത്ഥിക്കുകയാണത്. അല്ല, അത്ഭുതമില്ല ഇതിലെന്ന് പറയുകയാണ്. ജീവാത്മനാം, സുഹൃതമായിട്ടുള്ള ആത്മാക്കളോടുകൂടിയവർക്ക്, അതായത് നല്ല സുഹൃതം ചെയ്തവർക്ക്, അവരുടെ ജീവാത്മനാം, ജീവാത്മാക്കളുടെ, അങ്ങനെയുള്ളതായിട്ട് ജീവന്മാരുടെ, സുഹൃതം ചെയ്തിട്ടുള്ളതായിട്ട് ജീവാത്മാക്കളുടെ സുഹൃതം കോവേദ, സുഹൃതത്തെ ആരാണ് അറിയുന്നത്? സുഹൃതം കോവേദ ജീവാത്മനാം, ജീവാത്മാക്കളുടെ സുഹൃതം എന്താണ് എന്ന് ആർക്കാണ് അറിയുക എന്നാണ്. ഈ ഫലം ഉണ്ടാവണതൊക്കെ ഓരോരുത്തരുടെ കർമ്മത്തിനനുസരിച്ചാണ് ഫലം ഉണ്ടാവുക. അപ്പോൾ ആ ഫലം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുള്ളതായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിരിക്കും. അത് സുഹൃതാണെങ്കിൽ, ചെയ്തത് സുഹൃതാണെന്നുണ്ടെങ്കിൽ നല്ല ഫലം കിട്ടും. അല്ല, ദുഷ്കൃതാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫലം കിട്ടും. അപ്പോൾ ഇവിടെ ഈ
വായകൻ, ഈ നെയ്ത്തുകാരൻ എന്താണെന്ന് വെച്ചാൽ യാതൊരു വിഷമം കൂടാതെ കണ്ട് തൻ്റെ വസ്ത്രങ്ങളെടുത്ത് കൊടുത്തു ഭഗവാന്. അപ്പോൾ അയാൾക്ക് ഈ മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ അയാളുടെ പൂർവ്വജന്മത്തിൽ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ചെയ്തിട്ടുള്ളതായിട്ട് സുഹൃതം കൊണ്ടായിരിക്കും. അത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ആർക്കാണ് എന്താണ് കിട്ടുക എന്നുള്ളത് എങ്ങനെയാണ് പറയാൻ പറ്റുക? അത് ആ പൂർവ്വജന്മത്തിലുള്ളതായിട്ടുള്ള സുഹൃതാണോ ദുഷ്കൃതാണോ എന്തിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് കോവേദ, ആർക്കാണ് അറിയാവുന്നത് എന്നാണ്. ജീവാത്മനാം സുഹൃതം, ജീവാത്മാക്കളുടെ സുഹൃതത്തെക്കുറിച്ച് ആർക്കാണ് അറിയാൻ സാധിക്കില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഈ വായകന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മോക്ഷം നൽകി. അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല, വസ്ത്രങ്ങൾ കൊടുക്കുകയുണ്ടായിട്ടുള്ളൂ. പക്ഷെ ആ പൂർവജന്മ സുഹൃതം കൊണ്ട് ആ വായകനും മോക്ഷം കിട്ടി എന്ന് പറയുകയാണ്. മറ്റത് നേരത്തെ രചകനാണ് മോക്ഷം കിട്ടിയത്. രചകനെ കഴുത്തറുത്ത് കൊന്നു എന്ന് പറഞ്ഞില്ലേ, രചകന് മോക്ഷം കിട്ടി. അപ്പോൾ ആ രചകന് മോക്ഷം കിട്ടിയതും ഈ ജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലമല്ല, അത് പൂർവ്വജന്മത്തിലെ കർമ്മത്തിൻ്റെ ഫലമാണ്. അത് എന്തായിരുന്നു എന്നുള്ളത് ഈ മോക്ഷപ്രാപ്തി കൊണ്ട് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാം. മോക്ഷപ്രാപ്തി ഉണ്ടായതുകൊണ്ട് അവിടെയും പൂർവ്വജന്മത്തിൽ സുഹൃതം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാം. ഇവിടെയും അതുമാതിരി പൂർവ്വജന്മത്തിലോ ഈ ജന്മത്തിലോ ചെയ്തിട്ടുള്ളതായിട്ടുള്ള സുഹൃതം കൊണ്ട് ആ വായകനും മോക്ഷം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. സുഹൃതം ഇനി വേറെ അടുത്തതായിട്ട് എന്തുണ്ടായത്? മാലാഭി സ്തബകൈഹി സ്തവൈരഭി പുനർമാലാകൃതാമാനിത. പുനഃ വീണ്ടും മായാഭിഹി മാല്യങ്ങളെ കൊണ്ട്, പുഷ്പമാല്യങ്ങളെ കൊണ്ടും, സ്തബകൈഹി പുഷ്പങ്ങളുടെ പൂച്ചണ്ട് എന്ന് പറയണില്ലേ, അതൊന്നും കൂട്ടിക്കെട്ടിയിട്ടുള്ളതായിട്ടുള്ള സ്തബക പൂച്ചെണ്ടിനാണ്, ഒന്നിച്ചുള്ളതിനാണ് സ്തബകം എന്ന് പറയുന്നത്. പൂക്കൊലയ്ക്കായാലും പറയാം സ്തബകം എന്ന്. എന്തായാലും ഒന്നിച്ച് കുറേ അധികം പൂക്കളുള്ളതിനാണ് ഈ സ്തബകം എന്ന് പറയുക. അപ്പം മാലാഭി സ്തബകൈഹി, സ്തബകങ്ങളെ കൊണ്ടും മാല്യങ്ങളെ കൊണ്ടും, മാലാകൃതാമാനിത സ്തബകൈഹി സ്തവൈരഭി, പിന്നെ പോരാത്തത് സ്തുതികളും ചെയ്തു. അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു മാലാകാരൻ. സ്തവൈരഭി പുനർ മാലാകൃതാമാനിത, മാലാകൃത്ത്, മാല ഉണ്ടാകണ ആള്, അതെ പുഷ്പമാല്യങ്ങൾ കിട്ടുന്നതായിട്ടുള്ള ആള് മാലാകൃത്ത്. അങ്ങനെയുള്ളതായിട്ടുള്ള കംസന് വേണ്ടതായിട്ടുള്ള അലങ്കാരത്തിന് വേണ്ടതായിട്ടുള്ള മാല്യങ്ങൾ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അങ്ങനെ അയാള് ഭഗവാന് മാല്യം, തൻ്റെ കയ്യിലുണ്ടായിരുന്നതായിട്ടുള്ള മാല്യം ഭഗവാന് അർപ്പിച്ചു. അങ്ങനെ ആ മാലാകൃത മാനിത, മാലാകൃത്തിനാൽ മാനിക്കപ്പെട്ടതായ ഭഗവാൻ മാലാകൃത മാനിത ഭക്തിം തേന വൃതം ദിദേശിത നൽകി. എന്താണ് നൽകിയത്? ഭക്തി, പരമമായിട്ടുള്ള ഭക്തി. ആ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഭക്തി ഉണ്ടായാൽ മതി എന്നാണ് മാലാകാരൻ്റെ പക്ഷം. അപ്പം അത് കാരണം ആ തേനവൃതാം, അവനാൽ വരിക്കപ്പെട്ടതായ, ആ മാലാകാരനാൽ വധിക്കപ്പെട്ടതായ ഭക്തിയെ നൽകി. ദിദേശിത നൽകി. തേനവൃതാം, അവനാൽ വരിക്കപ്പെട്ടതായ, ചോദിക്കപ്പെട്ടതായ ഭക്തിയെ നൽകി. അപ്പോൾ ഭക്തി മാത്രമല്ല കൊടുത്തുള്ളൂ, പിന്നെ എന്തേ കൊടുത്തത്? ഭക്തിം തേനവൃതാം ദിദേശിത പരാം ലക്ഷ്മീം ച, അത്യധികം സമ്പത്തും കൊടുത്തു. ആ സമ്പത്തും കൂടിയും അനുഭവിക്കേണ്ടതായിട്ടുള്ള യോഗം അവനുണ്ട്. ബാക്കിയുള്ള രണ്ടുപേരൊക്കെ മോക്ഷേ കൊടുത്തുള്ളൂ. ഇവിടെ അതല്ല, മോക്ഷമല്ല, അത്യധികമായിട്ട് സമ്പത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഭക്തി കൊടുത്തു, സമ്പത്തും കൊടുത്തു. അപ്പോൾ സമ്പത്ത് കൊടുത്തു, അതുകൊണ്ട് അഹങ്കാരമില്ലാതെ കണ്ട് ജീവിക്കാനായിട്ടുള്ളതായിട്ടുള്ള ആ ഭക്തിയും കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ആ ഭക്തി കൊണ്ട് ഇനി മരണാവസ്ഥയിൽ, ജീവൻ പോകുന്നതായിട്ടുള്ള അവസ്ഥയിൽ മോക്ഷം പ്രാപിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ മാലാകാരനെയും ബഹുമാനിച്ചു എന്നാണ് പറയണത്. പുനഃ വീണ്ടും മാലാകൃതാമാനിത, മാലാകാരനാൽ മാനിതനായിക്കപ്പെട്ടിട്ട്, മാനിക്കപ്പെട്ടിട്ട്, ബഹുമാനിക്കപ്പെട്ടിട്ട്. എങ്ങനെ? മാലാഭി സ്തബകൈഹി സ്തവൈരഭി, മാലകളെ കൊണ്ടും സ്തബകങ്ങളെ കൊണ്ടും പൂക്കുലകൾ കൊണ്ടും പിന്നെ സ്തവൈഹി സ്തുതികളെ കൊണ്ടും ഒരു മാലാകാരനാൽ ബഹുമാനിക്കപ്പെട്ടതായ അദ്ദേഹം മാലാകൃത മാനിത ദിദേശിത നൽകി. എന്തു നൽകി? തേനവൃതാം ഭക്തിം, അവനാൽ
വരിക്കപ്പെട്ടതായ ആ മാലാകാരൻ ചോദിച്ചതായിട്ടുള്ള ആവശ്യപ്പെട്ടതായ ഭക്തിയെ നൽകി. ഭക്തിം തേന വൃതം, അവനായി വരിക്കപ്പെട്ടതായ ഭക്തിയെയും, പിന്നെ ലക്ഷ്മീം ച പരാം ലക്ഷ്മീം ച അത്യധികമായ ലക്ഷ്മിയെയും, ലക്ഷ്മി ഐശ്വര്യം, പരാം ലക്ഷ്മീം ച ഭക്തിം തേന വൃതം വിദേശിത പരാം ലക്ഷ്മീം ച അത്യധികമായ ലക്ഷ്മിയെയും ഐശ്വര്യത്തെയും ആ മാലാകാരന് നൽകി എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആ രണ്ട് കഥയാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഒന്ന് വായകന് മുക്തി കൊടുത്തതായിട്ടുള്ള കഥ, പിന്നെ ഒന്ന് മാലാകാരന് ഭക്തിയും സമ്പത്തും നൽകിയതായിട്ടുള്ള കഥ. രണ്ടുമാണ് ഈ ഒരു ശ്ലോകത്തിൽ വിവരിച്ചത്. ഭൂയോ വായകമേകമായതമതിം തോഷേണ വേഷോചിതം ദാശ്വാംസം സ്വപദം നിനേധ സുഹൃതം കോവേദ ജീവാത്മനം. സ്വപദം നിനേധ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനേധ നയിച്ചു, സ്വപദത്തിലേക്ക് നയിച്ചു. അതായത് തൻ്റെ ഐക്യത്തിലേക്ക്, ഭഗവാന്റെ ഐക്യത്തിലേക്ക് നയിച്ചു, സാരൂപ്യം കൊടുത്തു എന്നാണ്. നിനേധിത ഭൂയോ വായകമേകമായതമതിം തോഷേണ വേഷോചിതം ദാശ്വാംസം സ്വപദം നിനേധ സുഹൃതം കോവേദ ജീവാത്മനം. മാലാഭിസ്തവകൈസ്തവൈരപി പുനർമാലാകൃതാ മാനിതോ ഭക്തിം തേന വൃതം ദിദേശിത പരാം ലക്ഷ്മീം ച ലക്ഷ്മീപദേ. ലക്ഷ്മീപദേ, ലക്ഷ്മി ഭഗവതിയുടെ പതിയായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അങ്ങിങ്ങനെ പരമമായിട്ടുള്ള ലക്ഷ്മിയെയും നൽകിയതിനൊരു വിഷമമില്ല. തൻ്റെ ഭാര്യ തന്നെ ലക്ഷ്മി ഭഗവതി ആവുമ്പോൾ ആ ലക്ഷ്മിയെ നൽകാനായിട്ടൊരു പ്രയാസവും ഇല്ല, അദ്ദേഹം അത് കൊടുത്തു എന്നാണ്. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പിന്നെ വസ്ത്രവുമേകി നെയ്ത്തുവിരുതൻ പാരംഭവാനിഷ്ടനായി സാലോക്യമ്പതശുദ്ധനേകി അവിടൊന്നാർക്കെങ്ങിനെ സദ്ഗതി. മാല്യം പൂക്കുല പിന്നെ ഗീതമതിനാൽ അർച്ചിച്ചു പൂക്കാരനും നൽകി ഭക്തി അചഞ്ചലം വളരെ അങ്ങൈശ്വര്യവും ശ്രീപദേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.